Hi friends, welcome back to Nextex Academy Event Management Classroom. ഇന്ന് ഈവന്റ് മാനേജ്മെന്റ് ക്ലാസ് റൂമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കായി സോൾവ് ചെയ്തു തരികയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് കുറെ കൂടി ആധികാരികമായും അതുപോലെ തന്നെ കുറെ കൂടി ടെൻഷൻ ഫ്രീ ആയിട്ടും എക്സാമിനെ നേരിടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇന്ന് 2018 മെയ്യിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത് സോൾവ് ചെയ്യാൻ കാരണമുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെയും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു 2018 മെയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്തതാണ്. നോക്കാം നമുക്ക്. അതായത് 2018 മെയ്യിലെ കോർ കോഴ്സ് BBA ഈവന്റ് മാനേജ്മെന്റ്, മാക്സിമം മാർക്സ് 40. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, അതിൽ ആൻസർ 4 ക്വസ്റ്റ്യൻസ്, എല്ലാ 4 ക്വസ്റ്റ്യനും ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡാഷ് ഈസ് ദ പേഴ്സൺ ഹു പ്ലാൻസ് ആൻഡ് എക്സിക്യൂട്ട്സ് ദ ഈവൻറ്റ്സ്. അതിൻ്റെ ഉത്തരം ഈവന്റ് മാനേജർ എന്നതാണ്. ഈവന്റ് മാനേജർ. സോ event manager is the person who plans and executes the events. രണ്ടാമത്തെ ചോദ്യം, a dash event is a one time occurring event. A special event is a one time occurring event. Dash is the process of planning, organizing and executing an event. Answer is event management. Event management is the process of planning, organizing and executing an event. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. Dash is merchandising a business to groups of potential buyers. Merchandising a business to groups of potential buyers. അതിനെയാണ് നമ്മൾ വിഷ്വൽ മർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. വിഷ്വൽ മർച്ചൻഡൈസിങ്. അടുത്തത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയും സെക്ഷൻ സിയും ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വളരെ പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്താൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിനകത്തുള്ള പോയിന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എക്സാം ഹാളിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ഈവന്റ് മാനേജ്മെന്റ്? Event management is the process, planning, organizing, staffing, directing and controlling the particular event. ഇത് എഴുതാം. അല്ല എങ്കിൽ event management is the application of project management to the creation and development of large-scale festivals, conferences, ceremonies, formal parties, etc. അതല്ലെങ്കിൽ ഇത് എഴുതാം. Event management is the process of analyzing, planning, marketing and evaluating an event. ഈ 3 ഉത്തരങ്ങളിൽ ഏതെങ്കിലും 2 ഉത്തരങ്ങൾ എങ്കിലും നമ്മൾ എഴുതി വെക്കുക. കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം.
നമ്മുടെ എഴുത്ത് വളരെ ചെറുതായി പോകാൻ പാടില്ല. അടുത്തത് ആറാമത്തത്, ഡിസ്ക്രൈബ് ദ എലമെന്റ്സ് ഓഫ് ഈവന്റ് മാർക്കറ്റിംഗ്. The elements of event marketing are product, price, place, public relation അഥവാ publicity and product positioning. ഇതാണ് elements of event marketing. 1, 2, 3, 4, 5 elements ആണ് പ്രധാനമായിട്ട് ഉള്ളത്. ഇതിനെക്കുറിച്ച് വിവരിച്ച് എഴുതുക. അടുത്തത്, വാട്ട് ഈസ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ? അതിന്റെ ആൻസർ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ ഫോക്കസസ് ഓൺ തിങ്സ് ദാറ്റ് ആർ ആക്ച്വലി ഹാപ്പണിംഗ്. These evaluations are aimed at shaping the form of the final event. അടുത്തത് എട്ടാമത്തേത്, വാട്ട് ഡു യു മീൻ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്? അതിന്റെ ആൻസർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു നോ ദ profit or loss of an event. It is one of the financial management tools used by the event manager. അടുത്തത്, explain special event. അതിന്റെ ആൻസർ, special event is a one-time occurring event. It may occur once in a lifetime or once in an year. ആ രീതിയിലുള്ള റെയർ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഇവന്റിനെയാണ് സ്പെഷ്യൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ സ്പെഷ്യൽ ഇവന്റ്സിന്റെ പ്രത്യേകതകളും കൂടി എഴുതണം. ഓക്കെ, then next one, what are the different types of events in terms of size? സൈസിന്റെ അടിസ്ഥാനത്തിൽ ഈവൻസിനെ എത്രയായിട്ട് തിരിക്കാം, അത് ഏതൊക്കെയാണ്? നമുക്കറിയാം, സൈസിന്റെ അടിസ്ഥാനത്തിൽ ഈവൻസിനെ മെയിൻ ആയിട്ട് 4 ആയി തിരിക്കാം. മെഗാ ഇവന്റ്സ്, മൈനർ ഇവന്റ്സ്, റീജിയണൽ ഇവന്റ്സ്, മേജർ ഇവന്റ്സ്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നും അതിനെക്കുറിച്ച് കുറച്ച് വിവരണവും കൊടുക്കേണ്ടതായിട്ടുണ്ട്. മെഗാ ഇവന്റ്സ്, ദ ലാർജസ്റ്റ് ഇവന്റ്സ് ആർ കോൾഡ് മെഗാ ഇവന്റ്സ് വിച്ച് ആർ ജനറലി ടാർഗറ്റഡ് അറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ്. എക്സാമ്പിൾ, ഒളിമ്പിക്സ്, വേൾഡ് കപ്പ് ഇവന്റ്സ്. മൈനർ ഇവന്റ്സ്, മോസ്റ്റ് ഇവന്റ്സ് fall in this category. There is only small number of participants and audience. Regional events. Regional events are designed to increase the appeal of a specific tourist place. ആ ടൂറിസ്റ്റ് പ്ലേസിനെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് റീജിയണൽ ഇവന്റ്സ്. മേജർ ഇവന്റ്, ദ ഇവന്റ് attracts significant local interest and large number of participants, as well as generating significant tourism revenue. ഇതാണ് മേജർ ഇവന്റ്. ഓക്കെ, അടുത്തത് സെക്ഷൻ സി ആണ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. 6 ചോദ്യങ്ങളാണ് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഒരു ഈവന്റ്, അതിന്റെ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് സിസ്റ്റം 3 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. 1, ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം. 2, ഹ്യൂമൻ റിസോഴ്സ് കൺട്രോൾ സിസ്റ്റം. 3, ഈവന്റ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അത് MIS കൂടി ചേർന്നതാണ്. ഓക്കെ,
അപ്പൊ ഈ 3 ടൈറ്റിലില് എഴുതിയിട്ട് അതിന്റെ താഴെയായിരിക്കണം ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും കൂടി എഴുതേണ്ടത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ 3 പോയിന്റിന് 3 മാർക്ക് കൃത്യമായിട്ടും കിട്ടും. അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി എഴുതിയാൽ. ഓക്കെ. അടുത്തത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് പബ്ലിക് റിലേഷൻസ് ഇൻ ഈവന്റ് മാനേജ്മെന്റ്. റോൾ ഓഫ് പബ്ലിക് റിലേഷൻസ് ഇൻ ദ ഈവന്റ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യം മീനിങ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ് എഴുതേണ്ടത്. എന്താണ് പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ പബ്ലിസിറ്റി എന്നത് എഴുതുക. ദെൻ പബ്ലിക് റിലേഷൻ ഇൻ ഈവന്റ് പ്ലേസ് എ കീ റോൾ ഇൻ ദ സക്സസ് of an event, both pre and during event. Public relations activities are focused towards ensuring that fair treatment is given to the event. These are also directed towards creating an atmosphere of harmony and an avenue for providing details on the event. The role of public relations is to manage the organizations and events image in the minds of the audience and the public. പബ്ലിക്കിന്റെ മനസ്സിലുള്ള ഇമേജിനെ കുറച്ചും കൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ലക്ഷ്യം. സോ ദിസ് അണ്ടർടേക്കിംഗ് ഈസ് മെയിൻലി ഡൺ ത്രൂ പ്രസ് റിലീസ്. പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻ പ്രസ് റിലീസിലൂടെയാണ് മെയിൻ ആയിട്ട് നടത്തുന്നത്. These up-to-date information sources together with photographs provide the media with the background information they need to develop stories about the event. Media briefings വളരെ പ്രധാനപ്പെട്ടതാണ്. Can also be conducted before and during the event, particularly if high profile people such as celebrities, entertainers and athletes can enhance the publicity. ഇപ്പോൾ പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹൈ പ്രൊഫൈലിലുള്ള ആൾക്കാരും സെലിബ്രിറ്റീസും ഒക്കെ വരുന്നുണ്ട് എങ്കിൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും പ്രസ് റിലീസായിട്ടും അതുപോലെ തന്നെ മീഡിയയിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. അപ്പൊ അതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അടുത്തത് വാട്ട് ആർ ദ മേജർ ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് റെലവന്റ് ടു ഈവന്റ് മാനേജ്മെന്റ്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ഈവന്റ് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ, അപ്പൊ ഒരു ഈവന്റ് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ അത് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ ആക്ട്സും റൂൾസും ലൈസൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നോക്കാം. അതൊരു കോമൺ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയാണ്. ആദ്യം തന്നെ നിയമങ്ങളെ കുറിച്ച്, ആക്ടുകളെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇൻകം ടാക്സ് ആക്ട്. ഇതിൽ നിന്ന് ഈവന്റിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക്, ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ഇൻകം ഉണ്ടാവും. അപ്പൊ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് GST ഓർ അതർ റിലേറ്റഡ് ടാക്സസ് വിൽ ബി ആപ്ലിക്കബിൾ. അതായത് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന GST, അത് നമുക്ക് ലഭിക്കുന്നതല്ല, സർക്കാരിന് ലഭിക്കേണ്ട GST നമ്മൾ കൃത്യമായിട്ട് പേ ചെയ്തിരിക്കണം. പേ ബിസിനസ് ടാക്സസ്, GST, സർവീസ് ടാക്സും ഗുഡ്സ് ടാക്സും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് ഈവന്റ് മാനേജ്മെന്റ് എന്ന സർവീസ് നമ്മൾ ഈവന്റ് നടത്തുമ്പോൾ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് അടക്കാതിരിക്കാൻ പറ്റില്ല. ദെൻ DJ, ബാൻഡ്, ഓർക്കസ്ട്ര
വിൽ നോട്ട് ബി പെർമിറ്റഡ് ആഫ്റ്റർ 10 PM. ഈവന്റ് ആവുമ്പോൾ DJ ഉണ്ടാവും, ഓർക്കസ്ട്ര ഉണ്ടാവും, ബാൻഡ് ഒക്കെ ഉണ്ടാവും. അത് പക്ഷെ 10 മണിക്ക് ശേഷം പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ പെർമിഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്, അത്ര വരെയുള്ളത്. അപ്പോൾ ഗെറ്റ് എ ബിസിനസ് ലൈസൻസ്. ഇത് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ടാവും. അപ്പൊ ആ ലൈസൻസ് നമുക്ക് അതിനെക്കുറിച്ച് അറിയണം, അത് നമ്മൾ കൈപ്പറ്റുകയുമാണ്, ലൈസൻസ് വാങ്ങണം. ഇനി അടുത്തത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. 1881 എന്തിനാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്? ഈവന്റിന്റെ പല സെക്ഷൻസും പല ആൾക്കാർക്കുമായിട്ട് കരാർ കൊടുക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അതിന്റെ കോൺട്രാക്ട് ആക്ടിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കരാർ നല്ല ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്രിയേറ്റ് ദ റൈറ്റ് ക്ലയന്റ് കോൺട്രാക്ട്സ്. ഓക്കെ, ദെൻ ഗെറ്റ് എഹെഡ് ഓഫ് ബിസിനസ് നെയിം ഡിസ്പ്യൂട്ട്സ്. നമ്മൾ ബിസിനസ് നെയിം ഡിസ്പ്യൂട്ട്സ്, പേരിന്റെ കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാവും. ഈവന്റിന് പല പേര് ഇടുന്നത് അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുള്ള പേര് മറ്റാണെങ്കിൽ തർക്കങ്ങൾ വരും. അപ്പൊ അത് വരാതിരിക്കാൻ ആ ആക്ടിനെ കുറിച്ചും ആ റൂളിനെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മുൻകൂട്ടി അത്തരം കാര്യങ്ങൾ നമ്മൾ തർക്കങ്ങൾ വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്യൂർ കൊമേഴ്സ്യൽ ജനറൽ ലയബിലിറ്റി ഇൻഷുറൻസ്. ഈവന്റ് വളരെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്സ്യൽ ഇൻഷുറൻസിനെ കുറിച്ചും ജനറൽ ലയബിലിറ്റി ഇൻഷുറൻസിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈവന്റ് പലതും ഇൻഷുർ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വൺ, that is have a ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി. ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി, ചൈൽഡ് ലേബർ ഒന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ ചൈൽഡ് ലേബർ ലോസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് ഗെറ്റ് എ ലിക്കർ ലൈസൻസ്. ചില ഈവന്റ്സിലൊക്കെ ലിക്കർ സെർവ് ചെയ്യേണ്ടി വരും. ലിക്കർ സെർവ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഹോട്ടലിന് ചിലപ്പോൾ ലിക്കർ ലൈസൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ലിക്കർ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെതിരെ കേസ് വരും. അപ്പൊ നമുക്ക് തന്നെ ലിക്കർ സെർവിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അപ്പൊ ലിക്കർ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ആ ഒരു ഈവന്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ലിക്കർ ലൈസൻസ് നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ആണ് അടുത്ത കാര്യം. ദെൻ നെക്സ്റ്റ് വൺ, ഗെറ്റ് എ ഫയർ മാർഷൽ പെർമിറ്റ്, സ്പെഷ്യൽ ഈവന്റ്സ് പെർമിറ്റ്. ചില സ്പെഷ്യൽ ഈവന്റ് നടത്തണമെങ്കിൽ നമുക്ക് പെർമിറ്റ് ആവശ്യമാണ്. വെടിക്കെട്ടൊക്കെ നടത്തണമെങ്കിൽ കൺസേൺഡ് അതോറിറ്റീസിൽ നിന്ന് പെർമിഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കളക്ടറിൽ നിന്നൊക്കെ ഉള്ള പെർമിഷനും സാങ്ഷനും ഒക്കെ വാങ്ങേണ്ടി വരും. ഗെറ്റ് എ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പെർമിറ്റ്. ചില പ്രത്യേക ഈവന്റുകൾ നടത്തണമെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ ആവശ്യമായി വരും. ദെൻ നെക്സ്റ്റ് വൺ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. നമ്മുടെ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഒക്കെ ഡീൽ ചെയ്യുന്നതായിരിക്കും നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് നമുക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ദെൻ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്. നമ്മുടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആയിരിക്കും. കാരണം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനിലായാലും ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതിന്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും, അതിന്റെ ഇഷ്യൂസ്, ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ആണ് എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കണം കമ്പനീസ് ആക്ട്. കാരണം അതിന് വിധേയമായിട്ടായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ഗെറ്റ് ലൈസൻസ് ആൻഡ് പെർമിഷൻസ് ഫ്രം ലോക്കൽ അതോറിറ്റി ലൈക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എറ്റ്സെട്ര. നമ്മളൊരു ഈവന്റ് നടത്തുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസ് ലൈക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയിൽ നിന്നുമുള്ള സമ്മതങ്ങളും അതുപോലെ തന്നെ ലഭിക്കേണ്ടതായിട്ടുള്ള ലൈസൻസുകളും നമ്മൾ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ വെന്യൂ ഓഫ് ആൻ ഇവന്റ്. ഈ ഒരു ഈവന്റിന്റെ വെന്യൂ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അതിന്റെ പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. നിങ്ങൾ വിശദമായിട്ട് എക്സാമിന് എഴുതുക.
ഒന്ന് സൈസ് ഓഫ് ദ ഇവന്റ്, 2 ലേ ഔട്ട് ഓഫ് ദ സൈറ്റ്, 3 സ്റ്റേജ് ആൻഡ് പെർഫോമൻസ് ഏരിയ, 4 ട്രാൻസ്പോർട്ട് ആൻഡ് പാർക്കിംഗ്, 5 പ്രോക്സിമിറ്റി ടു അക്കമഡേഷൻ, 6 സപ്ലൈ ഇഷ്യൂസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ 6 പോയിന്റ്സ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് നിശ്ചയമായും കിട്ടും. അതിൽ കൂടുതൽ എഴുതാൻ പറ്റിയാൽ കൂടുതൽ നല്ലത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഫോർ കണ്ടക്ടിങ് ആൻ ഇവന്റ്. ഇവന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടത് അല്ലേ? ഇവന്റിന്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാം. ഒന്നാമത് നോക്കാം. ഇൻക്രീസ് ഗുഡ് വിൽ ഓഫ് എ കമ്പനി, 1. 2 മാർക്കറ്റിംഗ് പർപ്പസ്, 3 ബ്രാൻഡ് ബിൽഡിംഗ്, 4 റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് അല്ലേ? ദെൻ 5 ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബെറ്റർ ഡീൽസ് വിത്ത് ഡിഫറെന്റ് മീഡിയ. ഇതാണ് മെയിൻ ആയിട്ട് ഉള്ള ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5-6 പോയിന്റ്സ് കൃത്യമായിട്ടും എഴുതുന്നതായിരിക്കും 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നല്ലത്. ഓക്കെ, അടുത്തത് വിച്ച് ആർ ദ സർവീസസ് ടു ബി പ്രൊവൈഡഡ് ഇൻ എൻ ഇവന്റ്. ഇവന്റിൽ നമ്മൾ കൊടുക്കേണ്ട സർവീസസ് എന്തൊക്കെയാണ് പറഞ്ഞു. മിനിമം 6 പോയിന്റ്സ് ഉണ്ടായിരിക്കണം. നോക്കാം. 1 ബെറ്റർ അക്കമഡേഷൻ കൊടുക്കണം, 2 ബെറ്റർ ഹോസ്പിറ്റാലിറ്റി, 3 ബെറ്റർ ഫുഡ് ആൻഡ് ബീവറേജസ്, 4 സെക്യൂർഡ് അറ്റ്മോസ്ഫിയർ, 5 ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, 6 പാർക്കിംഗ് ഫെസിലിറ്റി, 7 മെഡിക്കൽ ഫെസിലിറ്റി, 8 ഫയർ ബ്രിഗേഡ് ആൻഡ് സെക്യൂരിറ്റി സർവീസസ്. 17ാമത്തത് എക്സ്പ്ലെയിൻ ദ എയിംസ് ഓഫ് എൻ ഇവന്റ്. ഒരു ഇവന്റ് നടത്തുന്നത് കൊണ്ടുള്ള എയിം എന്താണ്? പ്രധാനപ്പെട്ട 6 പോയിന്റ്സ് ആണ് പറയുന്നത്. ദ എയിംസ് ഓഫ് എൻ ഇവന്റ് ആർ: ഫസ്റ്റ് വൺ, ഇംപ്രൂവിംഗ് കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് ടു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ത്രൂ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ്. 2, ഇൻക്രീസിംഗ് സിവിക് പ്രൈഡ്. 3, ഇൻജക്റ്റിംഗ് ഫണ്ട് ഇൻ ടു ലോക്കൽ ഇക്കണോമി. 4, ഇൻക്രീസിംഗ് ടൂറിസ്റ്റ് നമ്പേഴ്സ്. 5, പ്രൊവൈഡിംഗ് എന്റർടൈൻമെന്റ് ആൻഡ് 6, റേസിംഗ് ഫണ്ട് ഫോർ എ ചാരിറ്റബിൾ കോസ്. ഇതാണ് ഇവന്റ് നടത്തുന്നത് കൊണ്ടുള്ള എയിം. ഇത് കൂടാതെ വേറെയും അനവധി എയിമുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. പക്ഷെ മിനിമം 6 വേണം, മാക്സിമം എത്രയും ആവാം കേട്ടോ. അടുത്തത് 3 മാർക്കിന്റെ അവസാന ചോദ്യമാണ്. ഡിസ്ക്രൈബ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് എൻ ഇവന്റ്. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് എൻ ഇവന്റ്? ടു വർക്ക് ഔട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ്, the event manager has to estimate the number of tickets to be sold in order to meet expenses. These expenses include both fixed and variable costs. Fixed costs are the overheads and do not vary as the size of audience increases. അതായത് നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. അതിൻ്റെ അകത്ത് 100 ആൾ വന്നു കഴിഞ്ഞാലും 1000 ആൾക്കാർ വന്നു കഴിഞ്ഞാലും അത് ഫിക്സഡ് എമൗണ്ട് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസസ് ആസ് ദ സൈസ് ഓഫ് ദ ഓഡിയൻസ് ഇൻക്രീസസ്. ചിലതില് ഓഡിയൻസിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് കൂടും. അത് അത്തരത്തിലുള്ള കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വൺസ് ദ ടോട്ടൽ റവന്യൂ ബിക്കംസ് ഈക്വൽ. അപ്പൊ ആ വേരിയബിൾ കോസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ വരുന്നത് നമ്മുടെ ഈ ഫുഡൊക്കെ നമ്മൾ എത്രയാണോ സെർവ് ചെയ്ത് അവർ അത്രയും എണ്ണത്തിന് എന്ന നിലയിലാണ് എങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. വൺസ് ദ ടോട്ടൽ റവന്യൂ ബിക്കംസ് ഈക്വൽ ടു ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. നമ്മുടെ കോസ്റ്റും റവന്യൂവും ഈക്വൽ ആവുന്ന സമയത്ത് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് റീച്ച്ഡ്.
നമ്മൾ എത്രയാണോ ചെലവാക്കിയത് അത്ര തന്നെ നമുക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൺ പോയിന്റ് അച്ചീവ് ചെയ്തു. കോസ്റ്റ് ഈക്വൽ ടു ബെനിഫിറ്റ്. സോ ബിയോണ്ട് ദിസ് പോയിന്റ്, ഈ പോയിന്റിന് അപ്പുറത്ത് ദ ഈവന്റ് ഈസ് പ്രോഫിറ്റബിൾ. അപ്പൊ ബ്രേക്ക് ഈവൺ പോയിന്റിന് എത്രയാണ് നമ്മുടെ കോസ്റ്റ് എന്ന് ആദ്യമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനപ്പുറത്തുള്ളതാണ്, അല്ലെങ്കിൽ ആ പോയിന്റ് അച്ചീവ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പുറത്ത് നമുക്ക് പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് സെക്ഷൻ ഡി ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. 8 മാർക്കിൻ്റെതാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഈവന്റ് മാർക്കറ്റിംഗ്. എസ് എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വ്യക്തമായിട്ട് ഇടാനും, അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മാർജിന് പുറത്തിടുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും ആൻസറിനകത്ത് വരുന്ന ABCD അല്ലെങ്കിൽ 1 2 3 4 എന്നുള്ള നമ്പർ ഈ മാർജിന് പുറത്ത് ഇടാൻ പാടില്ല. അത് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മാത്രമുള്ള ഏരിയ ആണ്. സോ ദ പ്രോസസ് ഓഫ് ഇവന്റ് മാർക്കറ്റിംഗിലേക്ക് നമുക്ക് പോകാം. ഇവന്റ് മാർക്കറ്റിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ്, ഫസ്റ്റ് വൺ, establish the features of the product. Second one, identify customers, അല്ലെങ്കിൽ അതിനെ സെഗ്മെന്റേഷൻ എന്നും പറയും. മൂന്നാമത്തത്, പ്ലാൻ ടു മീറ്റ് ഓഡിയൻസ് നീഡ്സ്. 4, അനലൈസ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. 5, എസ്റ്റാബ്ലിഷ് പ്രൈസ് ആൻഡ് ടിക്കറ്റ് ഫോർ ദ പ്രോഗ്രാം. എന്താണ് എസ്റ്റാബ്ലിഷ് പ്രൈസ് ആൻഡ് ടിക്കറ്റ് ഫോർ ദ പ്രോഗ്രാം. 6, പ്രൊമോട്ട് ദ ഇവന്റ്. 7, ഇവാലുവേറ്റ് മാർക്കറ്റിംഗ് എഫേർട്സ്. ഈ 7 പോയിന്റ്സും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും പിന്നെ കുറച്ച് ജനറൽ ഡിസ്ക്രിപ്ഷനും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫുൾ മാർക്കായ 8 മാർക്ക് ലഭിക്കുകയുള്ളൂ. എസ്ഐക്ക് ഫുൾ മാർക്ക് ലഭിക്കാൻ എത്ര പേജസ് എഴുതാൻ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ എഴുതണം എന്ന് ചോദിക്കാറുണ്ട് പലരും. പക്ഷെ അങ്ങനെ കൃത്യമായ ഒരു പേജിന്റെ കണക്കൊന്നുമില്ല. എന്നിരുന്നാലും മിനിമം നമുക്ക് ഒരു ആവറേജ് ഒരു 5-6 പേജസ് എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് പക്ഷേ ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ചെറുതാണ് എങ്കിൽ അത്ര പേജസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ പോയിന്റ്സ് കൃത്യമായിരിക്കണം, വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം എന്നത് മാത്രമാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് ആൻ ഇവന്റ് പ്രൊപ്പോസൽ. ഇവന്റ് പ്രൊപ്പോസലിന്റെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് നോക്കാം. An event proposal should include the purpose and aims and objectives of the event as well as details of organization. ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിന്റെ പർപ്പസ്, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഓഫ് ദ ഈവന്റ്. ആ ഈവന്റിന്റെ ഫിസിക്കൽ ലേ ഔട്ടും ഓർഗനൈസേഷൻ ലേ ഔട്ടും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഈവന്റ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായാലും ഉണ്ടായിരിക്കണം ഈവന്റ് പ്രൊപ്പോസലിൽ. അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ ഈവന്റ് നെയിം, ടൈപ്പ്, ഡേറ്റ്, ലൊക്കേഷൻ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തത് ഈവന്റ് മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ, ഫിസിക്കൽ റിക്വയർമെന്റ്സ്, അതുപോലെ തന്നെ ഓഡിയൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ദ ഈവന്റ്. അടുത്തത് അപ്രൂവൽസ് ആൻഡ് കൺസൾട്ടേഷൻസ്. പലതിനും പല കാര്യങ്ങളും അപ്രൂവല് നമ്മൾ ഗവൺമെന്റിൽ നിന്നും മറ്റ് ലോക്കൽ അതോറിറ്റീസിൽ നിന്നൊക്കെ ലഭിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരുടെയൊക്കെ കൺസൾട്ടേഷൻ ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അപ്രൂവൽ ഫ്രം ഗവൺമെന്റ് ആൻഡ് വേരിയസ് അതോറിറ്റീസ്, അത് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് മാർക്കറ്റിംഗ്, കോമ്പറ്റിറ്റീവ് അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ് ആൻഡ് പ്ലാനിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻസ്,
മാർക്കറ്റിംഗ്, ഇവാലുവേഷൻ എറ്റ്സെട്ര. അടുത്തത് ഫിനാൻഷ്യൽ കൺട്രോൾ, ക്യാപിറ്റൽ ആൻഡ് ഫണ്ടിംഗ് റിക്വയർമെന്റ്സ്, ഫീസ്, കോസ്റ്റ്, അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം എറ്റ്സെട്ര. അടുത്തത് റിസ്ക് മാനേജ്മെന്റ്, ഐഡന്റിഫിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസ്ക്സ് ആൻഡ് ഹസാർഡ്സ്. അപകടങ്ങളൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും, അതിനുള്ള അപകട സാധ്യത എങ്ങനെ മാനേജ് ചെയ്യും, അതൊക്കെ. നെക്സ്റ്റ് ഈസ് ഈവന്റ് സ്റ്റേജിങ്. ഈവന്റ് സ്റ്റേജിങ് ദാറ്റ് ഈസ് തീം, ഡെക്കറേഷൻ, അതുപോലെ അതർ സർവീസസ്. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് സെലക്ഷൻ, റിക്രൂട്ട്മെന്റ് എറ്റ്സെട്ര ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതിൽ സേഫ്റ്റി മെഷേഴ്സും സെക്യൂരിറ്റി മെഷേഴ്സും എന്തൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്ന്. നെക്സ്റ്റ് വൺ ഓപ്പറേഷണൽ പ്ലാൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ചെക്ക് ലിസ്റ്റ്, കണ്ടിൻജൻസി പ്ലാൻസ് എറ്റ്സെട്ര. ദെൻ നെക്സ്റ്റ് വൺ ഇവാലുവേഷൻ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻസ്. അപ്പോൾ ഈ 3-4 ടൈപ്സ് ഓഫ് ഇവാലുവേഷനും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അവസാനമാണ് ഇവാലുവേഷൻ വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ആൻ ഇവന്റ് മാനേജർ? എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഇവന്റ് മാനേജർ. ഇവന്റ് മാനേജറുടെ ഡ്യൂട്ടീസും ആരാണ് ഇവന്റ് മാനേജർ എന്നത് അത് നമ്മൾ വിശദമായിട്ട് ജനറൽ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഒന്നുമില്ല, നമ്മൾ ആണ് ഒരു ഈവന്റ് മാനേജർ എന്ന് സങ്കല്പിക്കുക. നമ്മളൊരു ഈവന്റ്, പ്രത്യേക ഈവന്റ് നടത്തുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർക്കുക, അതൊക്കെ എഴുതി വെക്കുക. സിമ്പിൾ ആണ് കാര്യങ്ങൾ. സോ ഈവന്റ് മാനേജർ ഈസ് എ പേഴ്സൺ ഹു മാനേജ് ആൻ ഈവന്റ് ഓർ എ പേഴ്സൺ ഹു പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ട്സ് ദ ഈവന്റ്. സോ ആ ഈവന്റ് മാനേജറുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ടു ഐഡന്റിഫൈ ഈവന്റ് കോൺസെപ്റ്റ്, ടു ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് നെഗോഷിയേഷൻ, എഗ്രിമെന്റ് അല്ലെ, കോൺട്രാക്റ്റുകള്, എഗ്രിമെന്റുകള്. അടുത്തത് ബജറ്റിംഗ്, ആ ഒരു എക്കണോമിക് ആയിട്ട് ബജറ്റ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ബുക്കിംഗ് വെന്യൂ, ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന് അലൈഡ് സർവീസ്, ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ മറ്റുള്ള ഇൻഷുറൻസ്, അതൊക്കെ ഇത് ഈ ലോജിസ്റ്റിക്സിലാണ് ഉൾപ്പെടുക. നെക്സ്റ്റ് വൺ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, അത് കമ്മ്യൂണിക്കേഷൻ മീഡിയാസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഈവന്റ് കോഓർഡിനേഷൻ. ദെൻ ലാസ്റ്റ് വൺ ഈവന്റ് മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഈവന്റ് മാനേജറുടെ ഡ്യൂട്ടീസ് വരുന്നത്. ഇതിലും കൂടുതൽ നമുക്ക് പോയിന്റ്സ് എഴുതാവുന്നതാണ്. പറ്റുമെങ്കിൽ അതും എഴുതി വെക്കുക. എന്നിട്ട് അതിന് നല്ല രീതിയിൽ ബ്രീഫായിട്ട് ഒരു ഡിസ്ക്രിപ്ഷനും എല്ലാറ്റിനും നൽകി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈവന്റ് മാനേജ്മെന്റിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും, ഈവന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ഇതുപോലെ എക്സാം എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ചാനല് സജസ്റ്റ് ചെയ്യുക. തുടർന്നും ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് അക്കാദമി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ്, ലൈക്കിംഗ് ആൻഡ് കമന്റിംഗ്. All the best for your examinations.